മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ 2025-26 വർഷത്തെ ഫസ്റ്റ് ടേം എക്സാം ഓണം എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ചോദ്യം ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ആൻസർ. ടീച്ചർ ലിസൺ ചെയ്തിട്ട് ആൻസർ എഴുതാനുള്ള ചോദ്യമാണ്. അതായത് ലുക്ക് അറ്റ് ദി പിക്ചർ, ചിത്രം നോക്കുക. യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി. നിങ്ങളുടെ ടീച്ചർ നിങ്ങളോടൊരു കഥ പറയും, സ്റ്റോറി പറയും. ലിസൺ കെയർഫുള്ളി, അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് താഴെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്, അതിന് ആൻസർ ചെയ്യുക. ടീച്ചർ പറയുന്ന കഥയിൽ വാട്ട് വാസ് സാഷാസ് ഫേവറേറ്റ് ഡിഷ്, സാഷിയുടെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഡിഷ് ഏതാണ്? ഹൂ കുക്ക്ഡ് ബിരിയാണി, ആരാണ് ബിരിയാണി കുക്ക് ചെയ്തത്? അതൊക്കെ കഥയിലുണ്ട്, ടീച്ചർ പറയുന്ന കഥ. ഓക്കെ, ആ കഥ എന്താണെന്ന് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ്. ആദ്യം കഥ നോക്കാം. എ ഫ്രണ്ട്ലി വിസിറ്റ്. ഇറ്റ് വാസ് സൺഡേ. സാഷാസ് പാരൻസ് കുക്ക്ഡ് ബിരിയാണി. സാഷിയുടെ പാരൻസ് ബിരിയാണിയാണ് കുക്ക് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഇറ്റ് വാസ് സാഷാസ് ഫേവറേറ്റ് ഡിഷ്, അതായിരുന്നു സാഷയുടെ ഫേവറേറ്റ് ഡിഷ്. അപ്പോൾ ബിരിയാണിയാണ് സാഷയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ്. ക്യാൻ വി ഗിവ് സം ബിരിയാണി ടു കവിത, സാഷ ആസ്ക്ഡ്. അപ്പോൾ സാഷ ചോദിച്ചു, കുറച്ച് ബിരിയാണി കവിതക്ക് കൊടുത്താലോ അല്ലേ? ക്യാൻ വി ഗിവ് സം ബിരിയാണി ടു കവിത അല്ലെ, കവിതക്ക് കൊടുത്താലോ? ഓഫ് കോഴ്സ് ഡിയർ, മദർ സെഡ് അല്ലേ, കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ടേക്ക് ബിരിയാണി ടു കവിതാസ് ഹൗസ് ആൻഡ് വി ക്യാൻ ഈറ്റ് ടുഗദർ. ഫാദർ സെഡ്, ഫാദർ എന്ത് പറഞ്ഞു? ബിരിയാണി നമുക്ക് കവിതയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരുമിച്ച് കഴിക്കാം. ദേ പാക്ക്ഡ് ദി ഹോട്ട് ബിരിയാണി ഇൻ എ ബിഗ് ബൗൾ ആൻഡ് വാക്ക്ഡ് ടു കവിതാസ് ഹൗസ്. അപ്പോൾ അവർ ആ ഹോട്ടിലെ ചൂടുള്ള ബിരിയാണി ഒരു ബിഗ് ബൗളിലെ, ഇന്നെ ബിഗ് ബൗളിലെ വലിയൊരു പാത്രത്തിലാക്കി ആൻഡ് വാക്ക് ടു കവിത ഹൗസ്. എന്നിട്ട് കവിതയുടെ വീട്ടിലേക്ക് വാക്ക് ചെയ്തു, നടന്നു. കവിത വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് അല്ലേ, കവിത പുറത്ത് കളിക്കുകയായിരുന്നു. കവിത വാസ് ഹാപ്പി ടു സീ ദം ആൾ, അവരെ കണ്ടപ്പോൾ സന്തോഷിച്ചു. കവിതാസ് മദർ വെൽക്കം ദം, അവരെ വെൽക്കം ചെയ്തു. കവിത വി ഹാവ് ബ്രോട്ട് ബിരിയാണി, സാഷ സെഡ്, സാഷ പറഞ്ഞു ഞങ്ങൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ആൾ സാറ്റ് ആൻഡ് എയ്റ്റ് ടുഗദർ, അവരെല്ലാവരും ഒരുമിച്ചിരുന്നു കഴിച്ചു. ദി ബിരിയാണി വാസ് വെരി യമ്മി, ആൾ വർ വെരി ഹാപ്പി. അപ്പോൾ ഇതാണ് ടീച്ചർ പറഞ്ഞ കഥ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെയുള്ളത്. അതിൻ്റെ ഉത്തരം നമ്മൾ ഇതൊന്ന് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ചോദ്യങ്ങളിൽ എന്തായിരുന്നു? ഫേവറേറ്റ് ബിരിയാണിയാണ്, ഏത് പാത്രത്തിലാണ് അല്ലെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ട്, നോക്കാം. ആദ്യത്തെ ചോദ്യം വാട്ട് വാസ് സാഷാസ് ഫേവറേറ്റ് ഡിഷ്. സാഷയുടെ ഫേവറേറ്റ് ഡിഷ് ഏതാണ്? ബിരിയാണി അല്ലേ, കഥയിൽ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ബിരിയാണിയാണ് സാഷയുടെ ഫേവറേറ്റ് ഡിഷ്. ഹൂ കുക്ക്ഡ് ബിരിയാണി. രണ്ടാമത്തെ ചോദ്യം ആരാണ് ബിരിയാണി കുക്ക് ചെയ്തത്? സാഷയുടെ പേരൻസ് ആണ് അല്ലേ കുക്ക് ചെയ്തത്, സാഷാസ് പേരൻസ്. തേർഡ് ക്വസ്റ്റ്യൻ സാഷ വാണ്ടഡ് ടു ഷെയർ ദി ബിരിയാണി വിത്ത്, ആരുമായിട്ടാണ് സാഷക്ക് ബിരിയാണി ഷെയർ ചെയ്യേണ്ടത്? ആരുമായിട്ട് പങ്കിടാനാണ് താല്പര്യം അല്ലേ? ആർക്കാണ്? കവിതക്ക് കൊണ്ടു കൊടുക്കണം എന്നാണ് പറഞ്ഞതില്ലേ, കവിത. വാണ്ടഡ് ടു ഷെയർ ദി ബിരിയാണി വിത്ത് കവിത, ഓപ്ഷൻ ബി. ഓക്കെ, കവിതക്കാണ് ബിരിയാണി ഷെയർ ചെയ്യേണ്ടത് അല്ലേ സാഷ, എന്നിട്ട് കവിതൻ്റെ വീട്ടിൽ പോയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. ഫോർത്ത് വൺ ദേ പാക്ക്ഡ് ദി ഹോട്ട് ബിരിയാണി ഇൻ എ ഡാഷ്, ഏതിലാണ്? ഇൻ എ ബിഗ് ബൗളിലെ, വലിയ ബൗളില്ലേ, ഓപ്ഷൻ ബിയിലെ ബിഗ് ബൗളിലാണ് അവർ ഹോട്ട് ബിരിയാണി പാക്ക് ചെയ്യുന്നത് അല്ലേ. ടിഫിൻ ബോക്സിലാണോ? അല്ല. പ്ലാസ്റ്റിക് കവറിലാണോ? അല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദി സ്റ്റോറി ഈസ് എബൌട്ട് അല്ലേ, എന്തിനെ കുറിച്ചിട്ടാണ് ഈ സ്റ്റോറി? ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് അല്ലേ, സാഷയുടെയും കവിതയുടെയും ഫ്രണ്ട്ഷിപ്പിലെ. ഇപ്പോൾ സാഷേൻ്റെ പാരൻസ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ കവിതക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ആ കൊണ്ടു കൊടുത്ത് അവരെല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നല്ലേ, അവർക്കിടയിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്ന സ്റ്റോറിയാണ് ഇത് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതേപോലെ ഒന്നാണ്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് താഴെ. അപ്പോൾ പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്താൽ നമുക്ക് ഈ ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ കിട്ടുന്നതാണ് അല്ലേ. ഹൗ വാസ് ദി വെദർ ഇൻ ദി മോർണിംഗ്, മോർണിംഗിലെ വെദർ എങ്ങനെയാണ് അല്ലേ, ആരാണിത് പറഞ്ഞത് അല്ലേ. ഓ നോ ദി പോണ്ട് ഈസ് ഡ്രൈ അല്ലേ, ഹൂ സെഡ് ദിസ്, ആരാണിത് പറഞ്ഞത് അല്ലേ. അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടുന്നതാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ, റീഡ് ദി ഫോളോവിങ് സ്റ്റോറി. ദി ലിറ്റിൽ ക്ലൗഡ് സർപ്രൈസ് അല്ലേ, ചെറിയ മേഘം, ക്ലൗഡ്സിൻ്റെ സർപ്രൈസ്. ഓക്കെ, ഹെഡ്ലൈനാണ്. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി മോർണിംഗ്, അത് വളരെ ചൂടുള്ള ഹോട്ടിയാണ്, അതുപോലെ സണ്ണി ആയിട്ട് വെയിലുള്ള മോർണിംഗ് ആണ്, മോർണിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത് അല്ലേ. എങ്ങനെയുള്ള ദിവസമായിരുന്നു എന്ന് ചോദ്യമുണ്ട് അല്ലേ. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി മോർണിംഗ്. ആൾ ദി ആനിമൽസ് വേർ ടയേർഡ് അല്ലേ, എല്ലാ ആനിമൽസും ടയേർഡായി. ഓ നോ ദി പോണ്ട് ഈസ് ഡ്രൈ സെഡ് ദി ഡീർ അല്ലേ, ഈ മാൻ എന്ത് പറഞ്ഞു? ഡീർ എന്ത് പറഞ്ഞു? പോണ്ടില്ലേ. ഓ നോ ദി പോണ്ട് ഈസ് ഡ്രൈ അല്ലേ, ഈ പോണ്ട് എന്താണ്? വളരെ ഡ്രൈ ആണല്ലേ, വറ്റി വരണ്ടിട്ടുണ്ട്, മഴയൊന്നുമില്ലാതെ നല്ല സണ്ണി ആയിട്ടുള്ള മോർണിംഗ്, ഹോട്ടാണ്, അപ്പോൾ ചൂട് കൊണ്ട് വറ്റി വരണ്ടിട്ടുണ്ട് അല്ലേ, ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഡീർ, മാൻ പറഞ്ഞു അല്ലേ. ആരാ പറയുന്നത് എന്ന് ചോദ്യമുണ്ട് ഇല്ലേ.
വി നീഡ് വാട്ടർ സെഡ് ദി ബേർഡ്സ്. അപ്പോൾ ബേർഡ്സ് എന്ത് പറഞ്ഞു? നമുക്ക് വാട്ടർ വേണം. വി നീഡ് വാട്ടർ, നമുക്ക് വാട്ടർ ആവശ്യമാണ്. നീഡാണില്ലേ, ആവശ്യമുണ്ട്. എ സ്മോൾ റൈൻ ക്ലൗഡ് ഫ്ലോട്ടഡ് ഇൻ ദി സ്കൈ. അപ്പോൾ സ്കൈയില്ല, ആകാശത്ത് ഒരു ചെറിയ ക്ലൗഡ് അല്ലേ, സ്മോൾ റെയിൻ ക്ലൗഡ് ഫ്ലോട്ടഡ് അല്ലേ, പ്രത്യക്ഷപ്പെട്ടു, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു അല്ലേ. ക്ലൗഡ് എങ്ങനെയാണ് നീങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ ഒന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു. ദി ക്ലൗഡ് ലുക്ക് ഡൗൺ ആൻഡ് സെഡ്. അപ്പോൾ ക്ലൗഡ് താഴോട്ട് നോക്കി എന്നിട്ട് പറഞ്ഞു, ഐ വാണ്ട് ടു ഹെൽപ്പ്, എനിക്ക് സഹായിക്കണമെന്നുണ്ട്. ബട്ട് ദി ക്ലൗഡ് വാസ് ടു സ്മോൾ. പക്ഷേ ഈ ക്ലൗഡ് എന്താണ്, വളരെ ചെറുതാണ് അല്ലേ, ടു സ്മോൾ അല്ലേ, വളരെ ചെറുതായിരുന്നു. ദി ആനിമൽസ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ്. ആനിമൽസ് ഇപ്പോൾ മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു എന്ത്, പ്ലീസ് ട്രൈ ലിറ്റിൽ ക്ലൗഡ്, ട്രൈ ചെയ്യൂലേ ഞങ്ങളെ സഹായിക്കാൻ, ട്രൈ പ്ലീസ് ട്രൈ, ചെറുതാണെങ്കിലും അല്ലേ ലിറ്റിൽ ക്ലൗഡ് അല്ലേ, നമ്മളെ സഹായിക്കാൻ ട്രൈ ചെയ്യൂ. ദി ലിറ്റിൽ ക്ലൗഡ് ഹാഡ് ആൻ ഐഡിയ. അങ്ങനെ ലിറ്റിൽ ക്ലൗഡിന് ഒരു ചെറിയ ഐഡിയ തോന്നി. ഐ വിൽ കോൾ മൈ ക്ലൗഡ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ക്ലൗഡ് ഫ്രണ്ട്സിൽ, എൻ്റെ മേഘ കൂട്ടുകാരിലെ ക്ലൗഡ് ഫ്രണ്ട്സിനെ വിളിക്കാം. മോർ ക്ലൗഡ്സ് കെയിം ഫ്രം ആൾ സൈഡ്സ്. എല്ലാ സൈഡ്സിൽ നിന്നും എന്താണ് കുറേ ക്ലൗഡ്സ് വന്നു അല്ലേ, മോർ ക്ലൗഡ്സ് കെയിം അല്ലേ, എവിടെ നിന്നൊക്കെ കുറേ മേഘ കൂട്ടുകാരില്ലേ, മേഘം വന്നു. ദേ ജോയിൻ ടുഗദർ ആസ് എ ബിഗ് ആൻഡ് ഡാർക്ക് ക്ലൗഡ്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിച്ചേർന്നില്ലേ, ജോയിൻഡ് ടുഗദർ ആസ് എ ബിഗ് ആൻഡ് ഡാർക്ക് ക്ലൗഡ് അല്ലേ, വലുതും ഡാർക്ക് ഇരുണ്ടതുമായിട്ടുള്ള ക്ലൗഡായിട്ട് മേഘമായി മാറി. സൂൺ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. അങ്ങനെ അത് മഴ പെയ്യാൻ തുടങ്ങി. ദി പോണ്ട് വാസ് ഫിൽഡ് വിത്ത് വാട്ടർ അഗെയിൻ അല്ലേ, പോണ്ടിൽ വെള്ളം വീണ്ടും നിറഞ്ഞു. ദി പോണ്ട് വാസ് ഫിൽഡ് വിത്ത് വാട്ടർ അഗെയിനിലെ വീണ്ടും വെള്ളം നിറഞ്ഞു. ദി ട്രീസ് ഡാൻസ്ഡ് ഇൻ ദി റെയിൻ. അങ്ങനെ മരങ്ങൾ റെയിനിൽ നൃത്തം ചെയ്യാൻ, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ദി ആനിമൽസ് ചിയേർഡ് ആൻഡ് പ്ലേഡ്. ആനിമൽസ് വളരെ സന്തോഷിച്ചു, ചിയറപ്പ് ചെയ്തു അല്ലേ, ആൻഡ് പ്ലേഡ്, ഇങ്ങനെ ചാടി കളിച്ചു അല്ലേ, ചിയറപ്പ് ചെയ്തു, പ്ലേ ചെയ്തു. താങ്ക് യു ക്ലൗഡ്സ് ദേ സെഡ്. അവരെന്ത് പറഞ്ഞു, താങ്ക് യു ക്ലൗഡ്സ് അല്ലേ, ആനിമൽസ് എല്ലാം ചിയർ ചെയ്തു അല്ലേ, ചിയേർഡില്ലേ, ആനിമൽസ് എല്ലാം നല്ല സന്തോഷത്തിൽ ചാടിക്കളിച്ചു എന്ന് അർത്ഥം വരുന്നൊരു വാക്കാണ് ചിയേർഡില്ലേ, ചിയേഴ്സ്, ചിയേർഡ് അപ്പ് പറയില്ലേ, ചിയേർഡ് ആൻഡ് പ്ലേഡ്. ദി ലിറ്റിൽ ക്ലൗഡ് സ്മൈൽഡ് ആൻഡ് സെഡ് വി മെയ്ഡ് ദി റെയിൻ ടുഗദർ. അങ്ങനെ ലിറ്റിൽ ക്ലൗഡ് എന്താണ് ഒരുമിച്ച് പറഞ്ഞത്, വി മെയ്ഡ് ദി റെയിൻ ടുഗദർ, നമ്മൾ ഒരുമിച്ചാണ് ഈ മഴ അല്ലെ റെയിൻ ഉണ്ടാക്കിയത്. വി മെയ്ഡ് ദി റെയിൻ, നമ്മൾ ഒരുമിച്ചാണ് ഈ റെയിൻ മെയ്ഡ് ചെയ്തത്, ഉണ്ടാക്കിയത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദി വെദർ ഇൻ ദി മോർണിംഗ്. രാവിലെ മോർണിംഗിലുള്ള വെദർ എങ്ങനെയായിരുന്നു അല്ലേ, ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു, സണ്ണിയാണ് അല്ലേ, വളരെ ചൂടുള്ളത്. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി മോർണിംഗ് അല്ലേ, ഹോട്ടും സണ്ണി ആയിട്ടുള്ള മോർണിംഗ് ആയിരുന്നു വെദറിലെ. കാലാവസ്ഥ എങ്ങനെയാണ്, നല്ല ചൂടുള്ള സണ്ണി ആയിട്ടുള്ള കാലാവസ്ഥയാണ്. വെദർ ഹോട്ട് ആൻഡ് സണ്ണി അല്ലേ, ചൂടുള്ളതും സണ്ണി ആയിട്ടുള്ള മോർണിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് വൺ, ഓ നോ ദി പോണ്ട് ഈസ് ഡ്രൈ. ഹൂ സെഡ് ദിസ്, ആരാണിത് പറഞ്ഞത്, ഹൂ സെഡ് ദിസ്. ഓ നോ ദി പോണ്ട് ഈസ് ഡ്രൈ അല്ലേ, പോണ്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്, മാൻ അല്ലേ, ഡീറാണ് പറഞ്ഞത്. തേർഡ് വൺ, ദി ലിറ്റിൽ ക്ലൗഡ് വാസ് നോട്ട് ഏബിൾ ടു മേക്ക് റെയിൻ ബിക്കോസ് ഇറ്റ് വാസ് ടു സ്മോൾ അല്ലേ, വളരെ ചെറുതായതുകൊണ്ടാണ് അതിനൊറ്റയ്ക്ക് എന്താണ് ക്ലൗഡിന് മഴ പെയ്യിക്കാൻ അല്ലേ, റെയിൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതില്ലേ. ലിറ്റിൽ ക്ലൗഡ് വാസ് നോട്ട് ഏബിൾ ടു മേക്ക് റെയിൻ അല്ലേ, റെയിൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം ബിക്കോസ് ഇറ്റ് വാസ് ടു സ്മോൾ, ഞാൻ വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ മേഘം ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കൂടിയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ കുട്ടി മേഘം ലിറ്റിൽ ക്ലൗഡാണ് അല്ലേ, അപ്പോൾ ടു സ്മോൾ, ചെറുതാണ്, സ്മോൾ. ഫോർത്ത് വൺ, ഹൗ ഡിഡ് ദി ലിറ്റിൽ ക്ലൗഡ് മേക്ക് ഇറ്റ് റെയിൻ. എങ്ങനെയാണ് മഴ ഉണ്ടാക്കിയത് ലിറ്റിൽ ക്ലൗഡ് ഇല്ല, അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടാണ്. എങ്ങനെയാണ്, ഫ്ലൂ ചെയ്തിട്ടാണോ, പറന്നിട്ടാണോ, അല്ല, ഇറ്റ് കാൾഡ് ഇറ്റ്സ് ക്ലൗഡ് ഫ്രണ്ട്സ് അല്ലേ, ക്ലൗഡ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാണ് റെയിൻ ഉണ്ടാക്കിയത് അല്ലേ. ഓപ്ഷൻസ് ഉണ്ട്. ബി, ഇറ്റ് വെയിറ്റഡ് ഫോർ ദി നൈറ്റ് അല്ല, നൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തോ, ഇല്ല. ഇറ്റ് വെൻ ടു സ്ലീപ്പ് ചെയ്താണോ, അല്ല, അതിൻ്റെ ക്ലൗഡ് ഫ്രണ്ട്സിനെ കോൾ ചെയ്തിട്ടാണ് റെയിൻ ഉണ്ടാക്കുന്നത് അല്ലേ. ഫിഫ്ത്ത് വൺ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദി സ്റ്റോറി വിച്ച് മീൻസ് ഷൗട്ടഡ് വിത്ത് ജോയ്. ഷൗട്ടഡ് വിത്ത് ജോയ് എന്ന് അർത്ഥം വരുന്ന ഈ സ്റ്റോറിയിലെ ഒരു വാക്ക്, വേർഡ് ഏതാണ്, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദി സ്റ്റോറി വിച്ച് മീൻസ്, അത് അർത്ഥം ചെയ്യുന്നത് അല്ലേ, ഷൗട്ടഡ് വിത്ത് ജോയ് എന്നർത്ഥം വരുന്ന വേർഡ് ഏതാണ്. എല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടി, ഷൗട്ട് ചെയ്തു അല്ലേ, ചിയറപ്പ് ചെയ്തു, ചിയേർഡ് അല്ലേ, ദ ചിയേർഡ്, ആനിമൽസ് ചിയേർഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ സി, ചിയേർഡ് എന്നാണ് ഷൗട്ടഡ് വിത്ത് ജോയ് എന്ന് അർത്ഥം വരുന്ന വാക്ക്. നെക്സ്റ്റ് മൂന്നാമത്തെ ആക്ടിവിറ്റി 3, ആഡ് ലൈൻസ് ടു ദി സോങ്. ഈ സോങ്ങിലേക്ക് വരികൾ കൂട്ടിച്ചേർക്കാനാണ് അല്ലേ, ലൈൻസ് കൂട്ടിച്ചേർക്കാൻ, ആഡ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ് അല്ലേ. ആൾ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ ദി ഫോറസ്റ്റ് ചിയേർഡ്. എല്ലാ ആനിമൽസും ബേർഡ്സും ഒക്കെ ഫോറസ്റ്റിൽ, കാട്ടിലുള്ള എല്ലാവരും ചിയർ ചെയ്തു അല്ലേ, വിത്ത് ജോയ്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഷൗട്ടഡ് വിത്ത് ജോയ്, എല്ലാവരും സന്തോഷത്തിൽ
തുള്ളിച്ചാടുന്നതിനാണ് ചിയേർഡ് അല്ലേ, ചിയേർഡ് എന്ന് പറയുന്നത്. ദേ സ്റ്റാർട്ടഡ് സിംഗിങ് എ സോങ്, അങ്ങനെ അവരൊരു പാട്ട് പാടാൻ തുടങ്ങി. ലിറ്റിൽ ക്ലൗഡ് കം ടു പ്ലേ അറൗണ്ട്, കം ടു ഗാർഡൻ ലെറ്റ്സ് ഡാൻസ് ഇൻ റെയിൻ. അല്ലേ, ലിറ്റിൽ ക്ലൗഡിനോട് ഗാർഡനിലേക്ക് വരാൻ പറയാണ്. കം ടു ഗാർഡൻ ലെറ്റ്സ് ഡാൻസ് ഇൻ റെയിൻ, റെയിനിൽ നമുക്ക് ഡാൻസ് കളിക്കാം. ലെറ്റ്സ് ഡാൻസ് അല്ലേ, ഇനി നമുക്ക് ലെറ്റ്സ് സിങ് എന്ന് മാറ്റി എഴുതാം അല്ലേ, ഡാൻസിന് പകരം നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് വിളിക്കാം അല്ലേ, ചേഞ്ച് വരുത്താം. ലിറ്റിൽ ക്ലൗഡ് അല്ലേ, റിപ്പീറ്റഡ് ലൈൻസ്. കം ടു പ്ലേ അറൗണ്ട് അല്ലേ, ഇനി എന്താക്കാം, കം ടു ഗാർഡൻ എന്നുള്ളതിന് പകരം ഫോറസ്റ്റ് എന്നാക്കാം അല്ലേ, ഫോറസ്റ്റിലാണ് നടക്കുന്നത് അല്ലേ, ഗാർഡനിലേക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റിലേക്കോ ഒക്കെ വിളിക്കാം അല്ലേ. കം ടു ഗാർഡൻ എന്നുള്ളതിന് പകരം കം ടു ഫോറസ്റ്റ്. ഡാൻസിന് പകരം സിങ് എന്നാക്കാം, പാട്ട് പാടാം, അല്ലെങ്കിൽ ജമ്പ് ചെയ്യാം, നമുക്ക് ചാടാം അല്ലെങ്കിൽ നമുക്ക് ഓടാം, എന്ത് വേണമെങ്കിലും പറയാം. ലെറ്റ്സ് ജമ്പ് ഇൻ റെയിൻ, നമുക്ക് ചാടി കളിക്കാം അല്ലേ റെയിനിൽ. എന്തെങ്കിലും ഡാൻസിന് പകരം എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഒന്നെങ്കിൽ ഗാർഡന് പകരം ഫോറസ്റ്റോ അല്ലെങ്കിൽ ട്രീസോ അല്ലേ, കം ടു ട്രീസ് അല്ലേ, മരത്തിലേക്ക് വരൂ, ബേർഡ്സിനോട് അല്ലേ മരത്തിലേക്ക് വരൂ എന്ന് വിളിക്കാം അല്ലേ. കം ടു ട്രീസ് അല്ലേ, കം ടു ഗാർഡൻ അല്ലെങ്കിൽ കം ടു ഫോറസ്റ്റിലേക്ക് വരൂ. ലെറ്റ്സ് ഡാൻസ് ഇൻ റെയിൻ അല്ലേ, നമുക്ക് മഴയത്ത് ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റ്സ് സിങ് ഇൻ റെയിൻ അല്ലെങ്കിൽ ലെറ്റ്സ് ജമ്പ് ഇൻ റെയിൻ, ലെറ്റ്സ് റൺ ഇൻ റെയിൻ അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന എന്ത് വേണേൽ ഡാൻസിൻ്റെ പകരം മാറ്റാം. നൗ ആഡ് ലൈൻസ് ടു ദി സോങ്. ഓക്കെ, ഇനി ഇതേപോലെ 4 ലൈൻസ് ഇല്ലേ, ഇതുപോലെ റിപ്പീറ്റഡ് അല്ലേ. ലിറ്റിൽ ക്ലൗഡ് കം ടു പ്ലേ അറൗണ്ട്, പിന്നെ പറഞ്ഞ പോലെ തന്നെ കം ടു ഗാർഡൻ മാറ്റിയിട്ട് നമുക്ക് ഫോറസ്റ്റ് ആക്കാം. ലെറ്റ്സ് ഡാൻസ് അല്ലേ, ഡാൻസ് മാറ്റിയിട്ട് വേറെ ജമ്പോ റണ്ണോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ഈ 2 വേർഡ്സ് മാത്രം മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ദിസ് ആക്ടിവിറ്റി ഹാസ് 2 പാർട്സ്, എ ആൻഡ് ബി. അറ്റംപ്റ്റ് എനി വൺ. ഇതിന് 2 പാർട്സ് ഉണ്ട്, എ ഉണ്ട് ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. എനി വൺ, ഒന്നെങ്കിൽ എ അല്ലേ, 4th എ ക്വസ്റ്റ്യൻ തോട്ട്സ് എഴുതുക, അല്ലെങ്കിൽ 4th ബി ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്, സംഭാഷണം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. 2 പഠിച്ചിട്ട് പോവുക അല്ലേ, ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. സാഷ ആൻഡ് നെവിൻ ഗിഫ്റ്റഡ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത അല്ലേ, കവിതയ്ക്ക് വേണ്ടിയിട്ട് സാഷയും നവീനും ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്, സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ഷീ റിസീവ് ദി ബുക്ക് വിത്ത് എ സ്മൈൽ അല്ലെ, ഒരു സ്മൈലോട് കൂടി അവൾ അത് റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. റൈറ്റ് ഡൗൺ ദി തോട്ട്സ് ഓഫ് കവിത അറ്റ് ദാറ്റ് ടൈം അല്ലേ, അപ്പോൾ കവിത എന്തൊക്കെയായിരിക്കും തോട്ടില്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക. ഒരു തോട്ട്സിലെ ഒരു ചിന്ത എഴുതാൻ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സാഷയുടെ തോട്ട്സോ അല്ലെങ്കിൽ കവിതയുടെ തോട്ട്സോ അല്ലെങ്കിൽ നവീൻ്റെ തോട്ട്സോ അല്ല ആരുടെങ്കിലും അപ്പം സംഭവിച്ച ഒരു തോട്ട് എന്തൊക്കെയായിരിക്കും ഈ സ്റ്റോറി ബുക്ക് കിട്ടിയപ്പോൾ കവിത ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. കവിതയ്ക്ക് ബുക്ക് കിട്ടിയപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും, സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? ഐ ആം വെരി ഹാപ്പി ടു ഗെറ്റ് ദിസ് സ്റ്റോറി ബുക്ക് അല്ലേ, ഈ സ്റ്റോറി ബുക്ക് കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പിയാണ് അല്ലേ. സാഷ ആൻഡ് നെവിൻ ആർ വെരി കൈൻഡ് അല്ലേ, സാഷയും നെവിനും വളരെ സ്നേഹമുള്ളവരാണ് അല്ലേ, വെരി കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഐ ലൈക്ക് റീഡിങ് സ്റ്റോറി ബുക്സ് അല്ലേ, എനിക്ക് സ്റ്റോറി ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണ്. ഐ വിൽ റീഡ് ദിസ് ബുക്ക് വിത്ത് ജോയ്, ഞാൻ വളരെ ജോയ് അല്ലേ സന്തോഷത്തോടു കൂടി ഈ ബുക്ക് വായിക്കും, റീഡ് ചെയ്യും. ഐ വിൽ ടേക്ക് ഗുഡ് കെയർ ഓഫ് ദിസ് ബുക്ക്, ഞാൻ ഈ ബുക്കിനെ നന്നായിട്ട് കെയർ ചെയ്യും അല്ലേ, കെയർ ചെയ്ത് നല്ലതുപോലെ കൊണ്ടു നടക്കും. ഐ ആം വെരി താങ്ക്ഫുൾ ടു മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് വളരെ താങ്ക്ഫുള്ളാണ്, നന്ദിയുള്ളവളാണ് അല്ലേ, ഈ ബുക്ക് തന്നതിൽ എനിക്ക് നന്ദിയുണ്ട് അല്ലേ. അപ്പോൾ കവിത ഈ ബുക്ക് കിട്ടിയപ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവളെ തോട്ട്സ് എഴുതാനാണ് അല്ലേ. എനിക്ക് വളരെ സന്തോഷമായി അല്ലേ, ഇവർ നല്ല കൂട്ടുകാരാണ് അല്ലേ, ഞാൻ ഈ ബുക്ക് നല്ലതുപോലെ കൊണ്ടു നടക്കും, എനിക്ക് ബുക്കുകൾ വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കവിത ചിന്തിക്കുകയാണ് ഈ ബുക്ക് കിട്ടുമ്പോൾ അല്ലേ. ആ കവിതയുടെ ചിന്തകൾ തോട്ട്സാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ, സംഭാഷണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഒന്നുകൂടി എളുപ്പമുണ്ടാവുക അല്ലേ, ഓരോ ലൈൻസ് എഴുതിയാൽ മതി അല്ലേ. സാഷ ആൻഡ് നെവിൻ ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ടു കവിത അല്ലേ, കവിതയ്ക്ക് സാഷയും നെവിനും ഒരു സ്റ്റോറി ബുക്ക് ഗിഫ്റ്റ് ചെയ്തു, സമ്മാനം കൊടുത്തു. ആൻഡ് വെൻറ്റ് ഹോം, എന്നിട്ട് വീട്ടിലേക്ക് പോയി. കവിതാസ് മദർ നോട്ടീസ്ഡ് ദി ബുക്ക്, അപ്പോൾ ഈ കവിതയുടെ മദർ ഈ ബുക്ക് കണ്ടു. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ കവിത ആൻഡ് ഹെർ മദർ, അപ്പോൾ കവിതയും അവളുടെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലേ. കവിതൻ്റെ അമ്മ എന്ത് ചോദിക്കും, ഇതെന്ത് ബുക്കാണ് അല്ലേ, ആരാ തന്നത് അല്ലേ, എവിടെ നിന്നാണ് കിട്ടിയത് അല്ലേ, ഈ ബുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അമ്മ ചോദിക്കും. അതിന് മറുപടി കവിത പറയുന്നതുമായിട്ടുള്ളൊരു അവർക്കിടയിൽ നടന്ന ഒരു സംഭാഷണം, കോൺവെർസേഷനാണ് എഴുതേണ്ടത്. മദർ, കവിത, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്, എന്താണ് നിൻ്റെ കയ്യിൽ അല്ലേ, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് എന്താണത്. കവിത എന്ത് പറയും, ഇത് ബുക്കാണെന്ന് പറയും അല്ലേ. മദർ, ഇറ്റ് ഈസ് എ സ്റ്റോറി ബുക്ക്, ഇതൊരു സ്റ്റോറി ബുക്കാണ്. എന്താണെന്നാണ് ചോദിച്ചത്, അപ്പോൾ സ്റ്റോറി ബുക്കാണ്. മദർ, അപ്പോൾ അത് ആരാ നിനക്ക് തന്നത് എന്ന് ചോദിക്കും ഇല്ലേ, നിങ്ങളുടെ അമ്മയാണെങ്കിൽ അങ്ങനെയല്ലേ ചോദിക്കുക. ഹൂ ഗേവ് യു ദിസ് ബുക്ക് അല്ലേ, ആരാണ്, ഹൂ ഗേവ് യു ദിസ് ബുക്ക്, ഈ ബുക്ക് നിനക്ക് ആരാണ് തന്നത്, ഹൂ ഗേവ് യു അല്ലേ, ആരാണ് തന്നത്.
ഹൂ അല്ലേ, ആര് എന്ന അർത്ഥം വരുന്നത് ഹൂ ആണ് അല്ലേ. ഹൂ ഗേവ് യു എന്ന് ചോദിക്കും. കവിത ആരാണ് തന്നത്? സാഷയും നവീനല്ലേ തന്നത്. സാഷ ആൻഡ് നവീൻ ഗേവ് ഇറ്റ് ടു മീ അല്ലേ. സാഷയും നവീനുമാണ് എനിക്കിത് തന്നത് അല്ലേ. സാഷ ആൻഡ് നവീൻ ഗേവ് ഇറ്റ് ടു മീ. എനിക്ക് തന്നത് ആരാണ്? സാഷയും നവീനുമാണ്. അപ്പം അതെന്ത് ചോദിക്കും? നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദി ബുക്ക്? നിനക്ക് ഈ ബുക്ക് ലൈക്കായോ, ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് അല്ലേ, ഡു യു ലൈക്ക് ദി ബുക്ക്? അപ്പോൾ കവിത എന്ത് മറുപടി പറയും? യെസ് മദർ, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ. യെസ് ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാലും മതി അല്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കോൺവെർസേഷൻ എഴുതാൻ വളരെ സിമ്പിളാണ് അല്ലേ. എന്തൊക്കെയായിരിക്കും നിങ്ങളാണെങ്കിൽ നടന്നിട്ടുണ്ടാവുക അല്ലേ. ഒരു ബുക്ക് കാണുമ്പോൾ അമ്മ ഇത് എവിടുന്ന് കിട്ടി, ആരാ തന്നത്, നിനക്കിത് ഇഷ്ടപ്പെട്ടോ ഒക്കെ എന്നല്ലേ ചോദിക്കുക. ആ ഒരു ഇതിൽ നിങ്ങളുടേതായ വാക്കിൽ എഴുതിയാൽ മതി. അടുത്തത് ആക്ടിവിറ്റി 5 കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പിക്ചർ ബേസ് ചെയ്തിട്ടില്ലേ, പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ അതുമായിട്ട് എന്താണ് ഈ പിക്ചറിലുള്ളതെന്ന് എഴുതാനാണ് അല്ലേ, ഒരു കഥ ഉണ്ടാക്കാനാണ് അല്ലേ. ദിസ് ആക്ടിവിറ്റി ഹാസ് 2 പാർട്സ്. ഇതിനും 2 പാർട്സ് ഉണ്ട്, എയും ബിയും ഉണ്ട്. അറ്റംപ്റ്റ് എനി വൺ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5th എ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ്. ഈ ഇവൻറ്റ്സ് വിവരിക്കാനാണ്, ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദി ഇവൻറ്റ്സ് വിത്ത് ദി പിക്ചർ. ഈ പിക്ചറുമായിട്ട് മാച്ച് ചെയ്ത് ഇവൻറ്റ്സ് താഴെ തന്നിട്ടുണ്ട്, അത് മാച്ച് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ലുക്ക് അറ്റ് ദി പിക്ചർ. കവിത ഈസ് ഗോയിങ് ടു സ്കൂൾ. കവിത സ്കൂളിലേക്ക് പോവുകയാണ്. സംതിങ് ഹാപ്പൻഡ് ഓൺ ഹെർ വേ. എന്തോ ഒന്ന് വഴിയിൽ സംഭവിച്ചു. ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ്. അപ്പോൾ എന്താണ് നടന്നത് അല്ലേ. ഈ പിക്ചറിൻ്റെ അടിയിൽ നമ്മൾ എന്താണ് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കവിത ഈസ് ഗോയിങ് ടു സ്കൂൾ. കവിത സ്കൂളിലേക്ക് പോവുകയാണ്, അതല്ലേ ഇവിടെ കാണിക്കുന്നത്. നമുക്കത് എഴുതാം. ഒരു കഥ പോലെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കവിത വാസ് ഗോയിങ് ടു സ്കൂൾ അല്ലേ. കവിത സ്കൂളിലേക്ക് പോകുകയായിരുന്നു. അപ്പോൾ എന്ത് കണ്ടു? ഒരു ഓൾഡ് മാനെ കണ്ടു അല്ലേ. ഷീ സോ ആൻ ഓൾഡ് മാൻ സിറ്റിംഗ് ടയേർഡ് ബൈ ദി റോഡ് സൈഡ് അല്ലേ. റോഡ് സൈഡിൽ ഒരു ഓൾഡ് മാൻ, ഒരു വയസ്സായിട്ടുള്ള ആൾ ഇരിക്കുന്നത് കണ്ടു അല്ലേ. ഷീ സോ കണ്ടു അല്ലേ. ഷീ സോ ആൻ ഓൾഡ് മാൻ, ഒരു വയസ്സായ ആളെ അല്ലേ, ഓൾഡ് മാനെ കണ്ടു. സിറ്റിംഗ് ടയേർഡ് ബൈ ദി റോഡ് സൈഡ് അല്ലേ, വളരെ ക്ഷീണിച്ചിട്ട് ടയേർഡായിട്ട് റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു ഓൾഡ് മാനെ കണ്ടു. അപ്പോൾ എന്താണ്? അവൾ വെള്ളം കൊടുക്കുന്നുണ്ട് അല്ലേ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഷീ ഗേവ് ഹിം സം വാട്ടർ ടു ഡ്രിങ്ക് അല്ലേ. ഷീ ഗേവ് ഹിം സം വാട്ടർ അല്ലേ, കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ടല്ലേ. ഷീ ഗേവ്, കൊടുക്കുക എന്നുള്ളതിനാണ് ഗേവ് ഹിം അല്ലേ, അദ്ദേഹത്തിന് കൊടുത്തു. സം വാട്ടർ അല്ലേ, കുറച്ച് വെള്ളം. ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അദ്ദേഹത്തെ നടക്കാൻ സഹായിക്കുകയാണ് വെള്ളം കൊടുത്തതിന് ശേഷം അല്ലേ, ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഷീ ഹെൽപ്ഡ് ദി ഓൾഡ് മാൻ ടു ഗോ ഹോം അല്ലേ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ, വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സഹായിക്കുകയാണ്, ഹെൽപ്പ് ചെയ്യുകയാണ് അല്ലേ. ഷീ ഹെൽപ്ഡ് ദി ഓൾഡ് മാൻ ടു ഗോ ഹോം അല്ലേ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ്, സഹായിച്ചു. ഷീ ഹെൽപ്ഡ് ദി ഓൾഡ് മാൻ ടു ഗോ ഹോം അല്ലേ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ദി ഓൾഡ് മാൻ താങ്ക്ഡ് ഹെർ. ഓൾഡ് മാൻ താങ്ക് യു എന്ന് പറഞ്ഞു അല്ലേ, താങ്ക് ചെയ്തു അല്ലെങ്കിൽ സഹായിച്ചു എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റോറി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്തത് 5th ബി ക്വസ്റ്റ്യൻ, മാച്ച് ദി ഇവൻറ്റ്സ് വിത്ത് ദി പിക്ചേഴ്സ്. ഇവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടത് താഴെ നമ്മൾ മാച്ച് ചെയ്താൽ മതി. ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. ആഫ്റ്റർ സം ഡേയ്സ് ഹീ സോ എ ക്രൗഡ് ഓൺ റോഡ് സൈഡ്. ഹി ആസ്ക്ഡ് ദി ഓൾഡ് വുമൺ. ഓരോന്നുമില്ലേ, ടാക്സി വിളിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോയി. ഓരോ വേർഡ്സ് കണ്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്നല്ലേ, ലാസ്റ്റിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊക്കെ അല്ലേ. മാംഗോസ് ചോദിക്കുന്നത് രണ്ടാമത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടോ, മാംഗോസ് ചോദിക്കുന്നു, മാംഗോസ് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ താഴെയുള്ള ഇവൻറ്റ്സ് ഇവിടെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ദി ഇവൻറ്റ്സ് റിലേറ്റഡ് വിത്ത് ദം ആർ ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് ഓർഡർ. അപ്പോൾ ജംബിൾഡ് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട് താഴെ ഇവൻറ്റ്സ്. റൈറ്റ് ദി ഇവൻറ്റ്സ് ബിലോ ദി പിക്ചേഴ്സ് പ്രോപ്പർലി. അപ്പോൾ അനുയോജ്യമായിട്ട് പിക്ചറിനനുസരിച്ചിട്ട് ഓർഡറിൽ ഇവൻറ്റ്സ് ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് തന്നെ ഒന്ന് തന്നിട്ടുണ്ട് ഇല്ലേ. ഓൺ ഹിസ് വേ ബാക്ക് ഹോം നവീൻ സോ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. നല്ല ജ്യൂസി ആയിട്ടുള്ള മാംഗോസ് ഉള്ളൊരു മാംഗോ ട്രീ കാണുന്നു നവീൻ സോ അല്ലെ, വീട്ടിലേക്ക് പോകുമ്പോൾ. ഓൺ ഹിസ് വേ ബാക്ക് ഹോം, വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നവീൻ സോ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. മാംഗോ ട്രീ കാണുന്നു. അപ്പോൾ എന്താണ് ചോദിക്കുന്നു അല്ലേ, നവീൻ എന്താണ് ആസ്ക് ചെയ്യുന്നു, ചോദിക്കുന്നു എന്നുള്ളതിന് അല്ലേ, മാംഗോസ് ചോദിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഏതാണ് മാംഗോസ് ചോദിക്കുന്നത്, ആസ്ക് ചെയ്യുന്നത് അല്ലേ. ഹി ആസ്ക്ഡ് ദി ഓൾഡ് വുമൺ ഇൻ ദി ഹൗസ് ടു ഗീവ് ഹിം സം മാംഗോസ്. കുറച്ച് മാങ്ങകൾ ആസ്ക് ചെയ്യുന്നു, ചോദിക്കുന്നത് അല്ലേ, രണ്ടാമത്തതാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ സെക്കൻഡ് വൺ എഴുതുക. മൂന്നാമത് എന്താണ്, ഇപ്പോൾ മാംഗോസ്, ഒരു ബാഗ് നിറച്ച് മാംഗോസ് കൊടുക്കുന്നതാണ് മൂന്നാമത്തെ പിക്ചർ അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലൈൻ ഇതിലേതാണ് അല്ലേ, ഏതാണ് ഷീ ഗേവ് ഹിം എ ബാഗ് ഫുൾ ഓഫ് മാംഗോസ്. മാംഗോസ് കൊടുക്കുന്നു അല്ലേ, ഗേവ് ഹിം എ ബാഗ് ഫുൾ ഓഫ് മാംഗോസ് അല്ലേ, ഒരു ബാഗ് ഫുള്ള് മാംഗോസ് കൊടുക്കുന്നു.
ഇതല്ലേ മൂന്നാമത്, ഇത് രണ്ടാമത്. ഓക്കെ, നെക്സ്റ്റ് ഇതിലുള്ള ഓരോ ലൈൻസ് റീഡ് ചെയ്ത് നോക്കുക. ആഫ്റ്റർ സം ഡേയ്സ് ഹീ സോ എ ക്രൗഡ് ഓൺ ദി റോഡ് സൈഡ്. റോഡ് സൈഡിൽ ക്രൗഡ് കാണുന്നത് ഈ പിക്ചറല്ലേ അല്ലേ, ക്രൗഡ് ആൾക്കൂട്ടം കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ അത് എഴുതുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതിയതാണ്. ഹി കാൾഡ് എ ടാക്സി ആൻഡ് ടുക്ക് ഹെർ ടു ഹോസ്പിറ്റൽ. ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ലാസ്റ്റത്തതാണ് അല്ലേ, ടാക്സി വിളിക്കുന്നത്. അപ്പോൾ അത് താഴെ എഴുതുക, ഇതിൻ്റെ താഴെ എഴുതുക അല്ലേ. ഇത് നമ്മൾ എഴുതിയതാണ്, മാംഗോ കാണുന്നത് അല്ലേ, ഫസ്റ്റ് എഴുതിയതാണ്. ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദി ഓൾഡ് വുമൺ സിറ്റിംഗ് ടയേർഡ് അല്ലേ. അപ്പോൾ ഇതാണ് ഇനി ബാക്കിയുള്ളത്, അത് ഇതിനെ എഴുതുക അല്ലേ. സിറ്റിംഗ് ടയേർഡായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ അവൻ ഷോക്കാവുന്നത്, അതല്ലേ ഇത്. അതിൻ്റെ താഴെയായിട്ട് ഇത് എഴുതുക. അപ്പോൾ ഇത് സെക്കൻഡ്, ഫസ്റ്റ് വൺ അവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. ദെൻ തേർഡ് വൺ ഷീ ഗേവ് ഹിം, മാംഗോസ് ചോദിച്ചു, അപ്പോൾ മാങ്ങകൾ കൊടുക്കുന്നത് മൂന്നാമത്. ഇനി ഫോർത്ത് വൺ അല്ലേ, സം ഡേയ്സ് ക്രൗഡ്സ് കാണുന്നത് അല്ലേ, സം ഡേയ്സ് ക്രൗഡ് റോഡ് സൈഡിൽ ക്രൗഡ് കാണുന്നത് അല്ലേ. ഓൾഡ് വുമണെ കാണുമ്പോൾ ഷോക്കാവുന്നത് ഫിഫ്ത്ത് വൺ. നെക്സ്റ്റ് ടാക്സി വിളിക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അല്ലേ, ഇതാണ് സിക്സ്ത് വൺ അല്ലേ. ഹി കാൾഡ് ടാക്സി ആൻഡ് ലുക്ക് ഹെർ ടു ഹോസ്പിറ്റൽ അല്ലേ. ഇത് ഫസ്റ്റ് തന്ന ലൈൻ, ഇത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഫസ്റ്റ് തന്നെ നെവീന് മാംഗോസ് കാണുന്നു, എന്നിട്ട് എന്താണ് ആ മാംഗോസ് ചോദിക്കുന്നു, ആസ്ക് ചെയ്യുന്നു. അങ്ങനെ മാംഗോസ് ബാഗിൽ കൊടുക്കുന്നു, ഗേവ് അല്ലേ. ഷീ ഗേവ് ഹിം എ ബാഗ് ഫുൾ ഓഫ് മാംഗോസ് അല്ലേ. ക്രൗഡ്സിനെ റോഡ് സൈഡിൽ കാണുന്നു, ടയേർഡായിട്ടുള്ള ലേഡീനെ കാണുമ്പോൾ അല്ലേ, ഓൾഡ് വുമണ്ണെ കാണുമ്പോൾ ഷോക്കാവുന്നു, ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതില്ലേ താഴെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് എടുത്ത് താഴെ എഴുതിയാൽ മാത്രം മതി. ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ 2025-26 ക്വസ്റ്റ്യൻ പേപ്പർ ഓണം എക്സാമിൻ്റെ ചോദ്യപേപ്പർ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ക്ലാസ് 3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ്, ക്ലാസ് 3 മലയാളം എന്നുള്ള, ക്ലാസ് 3 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.